ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ബേബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോകണമെന്ന്. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഏട്ടനെ ഇന്ന് രാവിലെ കേട്ടോ നമ്മൾ ലീവാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നമുക്ക് ഗുരുവായൂർക്ക് പോകാമെന്നുള്ളത്. നമ്മുടെ കുഞ്ഞാറ്റടി ഇംസാനിക്കുട്ടടി എല്ലാവരും റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ ഗുരുവായൂർ അവിടെ എത്തിയത്. പിന്നെ അവിടെ എത്തിയത് എല്ലാവർക്കും ഭയങ്കര വെള്ളം ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ സനിക്കുട്ടിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജ്യൂസാണ് വാങ്ങിയത്. നമ്മുടെ കുഞ്ഞാറ്റത്തെ മാങ്ങ ജ്യൂസ് കുടിച്ചിട്ട് നാവിങ്ങനെ നക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൺഡേസിലാണല്ലോ കൂടുതലും നല്ല തിരക്കുണ്ടാവുക. ഇന്നിപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് എനിക്കും സനുവിനും മുല്ലപ്പൂ വാങ്ങാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ സനുവിന് റോസാപ്പൂവൊക്കെ വേണം പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുല്ലപ്പൂ വയ്ക്കാനുള്ള സ്ലൈഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സനുവിന് മുല്ലപ്പൂക്കെ വെച്ചെടുത്ത് നമ്മുടെ കുഞ്ഞാറ്റയ്ക്കൊന്നും ഞാൻ പൂ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സനുവിന് അത് മൊത്തം വെച്ചാലും തികയുണ്ടായിരുന്നില്ല, അവളൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്പലക്കുളത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഏട്ടാ അവിടെ ചെന്നിട്ട് നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റേനെയൊക്കെ കയ്യും കാലൊക്കെ കഴിയിച്ച് കൊടുത്തു. അവിടെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ കാട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ ഏട്ടൻ. അവൾക്ക് കാണിച്ച് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിപ്പിച്ചു കേട്ടോ അവളേനെ. സനുക്കുട്ടി കാണിച്ചാൽ അവിടെ ഒരുപാട് മീൻ കണ്ട ത്രില്ലിങ്ങിലാണ് കേട്ടോ. അവൾ ഇത് കുറേ ഉണ്ടല്ലോ അച്ഛാ, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റേനെയും കൊണ്ട് ചോറൂണിന് വരുമ്പോൾ നമ്മുടെ സനുക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവൾക്കിതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ കയറിയിട്ട് തൊഴുതു കേട്ടോ. അപ്പോൾ ഫോൺ അവിടെ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് ഫോണൊക്കെ വെച്ച് തൊഴുത് വന്നിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇത് നമ്മൾ അന്നദാനത്തിന് വരിയിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ അത്ര വലിയ തിരക്കില്ലെങ്കിലും അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരുപാട് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആ ടൈമിൽ ഓൺ വോയിസ് കൊടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ ചെയ്ത് വന്നപ്പോൾ അതെനിക്ക് സെറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനതാണ് വോയിസ് കളഞ്ഞത്. അത്യാവശ്യം നല്ല പോലെ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്നദാനത്തിൻ്റെ ക്യൂവിൽ. നമ്മുടെ സനുക്കുട്ടിക്കൊക്കെ വിശക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടവരായിരുന്നു കേട്ടോ ഇവരൊക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് പാൽപ്പായസം കൊടുക്കുകയാണ്. ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ കുറേ പായസം കുടിച്ചു കേട്ടോ. പിന്നെ ഏട്ടനും എനിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പായസം. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ കളിച്ചിട്ടും താറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കമ്പനി ആയിരുന്നവരാട്ടോ ഇവർ. അപ്പം നമ്മൾ അന്നദാനത്തിൻ്റെ ക്യൂവിൽ വന്നപ്പോഴും ഒപ്പമായിരുന്നു. പിന്നെ അത് അവരുടെ മോള് നമ്മുടെ കുഞ്ഞാറ്റേനെ എടുത്ത് കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവളെ അടുത്തിരുന്നു. പിന്നെ വാശി പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. നമ്മുടെ സനുക്കുട്ടി ഓരോന്നിനും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് വേണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ടൈം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സനുവിന് ഉഴുന്നുവട വേണം പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് സെൽഫിയും വീഡിയോസും ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനെയും കൊണ്ട് ഞങ്ങളൊരു ഫാമിലി പിക്ക് എടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ സനുക്കുട്ടി അവൾക്ക് വേണ്ടാത്തതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചതെന്ന് തന്നെ പറയാം. ഒരു സ്ലേറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക്